പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്നെ തട്ടിക്കൊണ്ടുവന്നത് ആരാണ് എന്നുള്ള കാര്യം ദേവബാല മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ അടച്ചതിയ ഒരു അച്ഛനെ പോലെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നീയാണോ എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ദേവബാല. ഇതിന് നിനക്ക് മാപ്പില്ലടാ. നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഇത് കേൾക്കുന്ന ജയരാമൻ, നിർത്തടി നായെ, കുറെ നേരമായല്ലോ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നു നീ. നീ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോയാലല്ലേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയുള്ളൂ, എന്നെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കുകയുള്ളൂ. നീ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. അതിന് വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്യും. ഇത് കേൾക്കുന്ന ദേവബാല ഒന്ന് ഭയക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എന്നെ വെറുതെ വിടണം. എന്നെ കൊല്ലരുത്. ഇത് കേൾക്കുന്ന ജയരാമൻ, നിന്നെ വെറുതെ വിടാനോ? ഒരിക്കലുമില്ല. നീ കാരണം നശിക്കാൻ പോകുന്നത് എൻ്റെ സ്വപ്നങ്ങളാണ്. എൻ്റെ ലക്ഷപ്രഭുവാകുന്നതിന് വേണ്ടിയുള്ള കണക്കുകൂട്ടലുകളാണ്. നീ നീ ഇല്ലാതായാൽ അതെല്ലാം വീണ്ടും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇതിപ്പോൾ നിന്റെ അച്ഛൻ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. പോലീസ് അന്വേഷണം തുടങ്ങി എന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞു. പക്ഷേ അവർക്ക് നിന്റെ പൊടി പോലും കിട്ടുകയില്ല. അതുപോലെയാണ് ഞാൻ നിന്നെ ഇല്ലാതാക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ദേവബാല, ഏയ്, അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാനൊന്നും പറ്റുകയില്ല. ആര് പറഞ്ഞു നിന്നെ എനിക്ക് കൊല്ലാൻ പറ്റുകയില്ല എന്ന്? എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ നിന്നെയല്ല, നിന്നെപ്പോലെയുള്ള ഒരുപാടെണ്ണത്തിനെ കൊന്നുകളയുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ആയി കഴിഞ്ഞു. ഇത് നിന്റെ അവസാന ദിവസമാണ്. നീ അതുകൊണ്ട് തന്നെ കരുതിയിരുന്നോ? എന്നെ പോലീസ് പിടിക്കും മുന്നേ തന്നെ നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും. നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? ഇതോടെ അപകടം മനസ്സിലാക്കുകയാണ് ദേവബാല. ഉടൻ തന്നെ ദേവബാല, ഞാൻ നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയില്ല. എന്നെ ജീവനോടെ വിടാൻ തയ്യാറാകണം. നിങ്ങൾ ആരാണ് എന്നും എന്നോട് എന്തു ചെയ്തു എന്നുമുള്ള കാര്യങ്ങൾ പോലീസിനോടെന്നല്ല മറ്റാരോടും ഞാൻ പറയുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സേഫായിരിക്കും. ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം എന്ന് ദേവബാല കരഞ്ഞു പറയുകയാണ് ജയരാമനോട്. ഇത് കേൾക്കുന്ന ജയരാമൻ, നിന്നെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ചതിക്കും. അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് ഞാൻ. ഇനി മറ്റൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ഇല്ല. കാത്തിരിക്ക് നീ എന്ന് പറഞ്ഞുകൊണ്ട് ജയരാമൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതിനിടയിലാണ് അഭിഷേകിന്റെ ഓഫീസിൽ പോലീസ് അന്വേഷണം നടത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ റാംമോഹൻ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ റാംമോഹൻ അഭിഷേകിനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. അഭിഷേക്, എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണം. അർജന്റാണ്. ഉടൻ തന്നെ വീട്ടിലേക്ക് വരൂ. ഇത് കേൾക്കുന്ന അഭിഷേക്, അത്ര അർജന്റാണോ സാർ? എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് ഇവിടെ. അതിനു വേണ്ടി ഞാൻ ഓടി നടക്കുകയാണ്. ഇത് കേൾക്കുന്ന റാംമോഹൻ, അതെല്ലാം പിന്നെ ചെയ്യാം. ഇത് അത്രയും അർജന്റായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അഭിഷേകിനെ വിളിപ്പിക്കുന്നത്. അഭിഷേകിന് എന്താ, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇല്ല സാർ, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഫോൺ കട്ട് ചെയ്ത് പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കാണുന്ന സോഹൻ, എന്താടാ സംഭവം എന്ന് ചോദിച്ചതിനെ തുടർന്ന്, അറിയില്ല, റാംമോഹൻ സാർ ഉടൻ തന്നെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഞാൻ റാംമോഹനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
റാംമോഹന്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറാവുകയാണ് അഭിഷേക്. എന്നാൽ അഭിഷേകിനോട് എടാ നിക്ക്, കൂടെ ഞാനും വരാം എന്ന് വ്യക്തമാക്കുന്ന സോഹൻ. ഇതേ തുടർന്ന് അഭിഷേകിന്റെ കൂടെ പോകാൻ തയ്യാറാകുന്നു. ഇതേ തുടർന്ന് റാംമോഹന്റെ മുന്നിലേക്ക് എത്തുന്ന അഭിഷേകിനോട് എടാ ചതിയ, നീ എന്നെയും എന്റെ മകളെയും ചതിച്ചു അല്ലേടാ എന്ന് റാംമോഹൻ ചോദിക്കുന്നു. ഇത് കാണുന്ന സോഹനും അഭിഷേകുമാകെ ഞെട്ടിപ്പോവുകയും എന്താണ് സാർ, എന്താണ് പ്രശ്നം, മനസ്സിലായില്ല എന്ന് പറയുന്നു. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. വിവാഹ തട്ടിപ്പ് വീരൻ ഇപ്പോൾ എൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആദ്യം വിവാഹം കഴിച്ച പെൺകുട്ടിയെ കൊന്നിരിക്കുകയാണ്. നിനക്കൊക്കെ എങ്ങനെയാടാ അതിനൊക്കെ മനസ്സ് വരുന്നത്? നിന്നെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതി. അയ്യോ സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അഭിഷേക് കരയുകയാണ്. ഇത് കാണുന്ന സോഹൻ, സാർ ഇതൊരു തെറ്റ് പറ്റിയതാണ് അഭിഷേകിനെ, എനിക്ക് പണ്ട് മുതലേ അറിയാം, നിങ്ങളെയൊന്നും ചതിക്കണമെന്ന് അവൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ചതാണ്. സത്യങ്ങൾ ഞാൻ പറയാം സാർ. വേണ്ട, എനിക്ക് ഇനി ആരും ഒന്നും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. എല്ലാവരും സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഈ ചതിയെല്ലാം നടത്തുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. മതി, ഈ വിവാഹം ഇവിടെ നിർത്തുകയാണ്. ഇതിനിടയിലാണ് ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ഇഷ താഴത്തേക്ക് വരുന്നത്. ഇതോടെ എന്താണ് ഡാഡി എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്ന ഇഷ അഭിഷേകിനെ എന്തിനാണ് ഇങ്ങനെ ചീത്ത പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേക് നമ്മളെല്ലാം ചതിക്കുകയാണ് എന്ന് പറയുന്ന റാംമോഹൻ ഇവന്റെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് ഇഷയ്ക്ക്. ഇത് കണ്ട് ഇഷ ആകെ ഞെട്ടിപ്പോവുകയും അഭിഷേകിന്റെ മുഖത്ത് ഇഷ അടിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.